വൈകിട്ടത്തെ മേല് കഴുകലൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞോട്ടാ. ഇങ്ങനെ മേല് കഴുകിയിട്ട് ഒരു കാര്യമില്ല, കിടക്കാറാകുമ്പോഴേക്കും ആകെ വേർത്ത് കുളിക്കൂട്ടാ. അങ്ങനെ ഇത് ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഇത് ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കാട്ടോ, അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട്. പിന്നെ ആദർശമായിട്ട് ഇതിന് അമ്മമ്മനെ കൂട്ടാൻ വേണ്ടിയിട്ട് മാമന്റെ വീട്ടിലേക്ക് പോകാനുട്ടോ. അപ്പോൾ ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങാണ്. അങ്ങനെ ചേട്ടൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞുട്ടാ. പിന്നെ ഞാനും കുഞ്ഞിച്ചക്കനും കൂടിയിട്ട് ഇതേ ഉമ്മർത്ത് ഇരുത്തും തന്നെയായിരുന്നു കേട്ടോ. റോട്ടിൽ കൂടെ വണ്ടി പോകുന്നതൊക്കെ നോക്കിയിട്ട് അമ്മ ഇതൊരു സഞ്ചി നിറയെ മാങ്ങയിട്ടെ വരണം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റാഗീച്ചും ജോൺസാനും കൊടുത്തയച്ചു കേട്ടോ. അത് ഫുള്ള് പഴുത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ, നീളം മാങ്ങ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അമ്മ മുറിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിച്ചക്ക ഇത് ഇങ്ങനെ നോക്കി കിടക്കിട്ടുണ്ട് എൻ്റെ മുഖത്തേക്ക്. പിന്നെ അമ്മ ഇത് നേരെ വിളക്കിക്കാനൊക്കെ ആയല്ലോ. അപ്പോൾ അമ്മ വേഗം ഉമ്മറ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഇതേ ഓരോ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കളിക്കായിരുന്നു കേട്ടോ. തറവാട്ടമ്പലത്തിൽ പരിപാടി കാരണം അച്ഛപ്പം അവിടെ കേട്ടോ. പിന്നെ എനിക്ക് പറ്റാതെ ആയല്ലോ. അപ്പം അച്ഛൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അച്ഛൻ ഇതേപോലെ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിനെ കാണാൻ വരും. അപ്പം ഞങ്ങൾ ഇത് ഉമ്മർത്തിരുന്നിട്ട് കാണിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ അമ്മയും അച്ഛനും ഞാനും കൂടിയിട്ട് വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. പിന്നെ ആദർശമായിട്ട് എനിക്ക് ഈ ജ്യൂസ് കൊടുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുടിക്കാൻ മറന്നു പോയതായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതെടുത്ത് കുടിച്ചു കേട്ടോ. ഉണ്ണീനെ മേലി കഴുകാൻ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ഡ്രസ്സും പാമ്പേഴ്സും പൗഡറൊക്കെ ഞാൻ ഇതേപോലെ എടുത്ത് വെക്കട്ടെ. അപ്പം അമ്മയ്ക്ക് ഇടാൻ സുഖമായില്ലോ. അങ്ങനെ അവൻ്റെ ഡ്രസ്സ് മാറ്റിലൊക്കെ കഴിഞ്ഞ് അവങ്ങനെ സുഖമായിട്ട് കിടക്കട്ടെ. പിന്നെ രാവിലത്തെ പുട്ടും ചെറുപയർ കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്ത് കഴിക്കായിരുന്നു. പിന്നെ ഇതേ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മമ്മയും ആദർശേട്ടനും വന്നിട്ട് അമ്മമ്മ ബൈക്കുമ്പോൾ ഇരുന്നിട്ട് സൈഡായിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് ദൂരം ഉണ്ട്, ഒരു അരമണിക്കൂർ നേരം കൂടി ഇരിക്കണം കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ്റെ കണ്ണിക്ക് എന്തോ പ്രാണി എന്തോ പോയി എന്ന് പറഞ്ഞു കേട്ടോ. ഇവനെ തോളത്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഞാൻ ഇവനെ തോളത്തിട്ട് നടക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു മാസം മുന്നേ എടുത്ത ഒരു വീഡിയോ ഒക്കെ ഓർമ്മ വന്നിട്ട്. അത് ഞാൻ അറ്റാച്ച് ചെയ്യാം. അത് കണ്ടപ്പോൾ എത്ര പെട്ടെന്ന് ആ ഉണ്ണികളൊക്കെ വലുതാവണേ എനിക്ക് തോന്നിയിട്ട്. ഇതിലെന്ത് കുട്ടിപ്പിക്കിരിയാലേ. അങ്ങനെ ഞാൻ ഉണ്ണീനെ തോളത്തിട്ട് അവൻ്റെ മേത്ത് പറ്റി കിടക്കുമ്പോൾ ആദർശേട്ടനെ കുശുമ്പളകി. ആദർശേട്ടൻ വേഗം എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ചേട്ടൻ്റെ തോളത്തിട്ടിട്ട് ഉണ്ണീനെ ഉറക്കം നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് വെറുതെ ഇതിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കനാച്ചെങ്കിൽ ഇങ്ങനെ അവന് ഇഷ്ടം അങ്ങനെ മേത്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അവൻ്റെ അമ്മമ്മ അവൻ്റെ അടുത്ത് വർത്താനൊക്കെ പറയുമ്പോൾ എന്തായി അമ്മമ്മ പറയണേന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി കിടക്കട്ടെ. അവൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുമ്പോഴാണ് നന്ദനിയും നയനുട്ടിയും കൂടി പോണേട്ടാ. അങ്ങനെ ഇതേ നയനുട്ടി ഭയങ്കര വാശിയിലായിരുന്നു. നോക്കുമ്പോഴാണ് ബ്ലേഡ് എടുത്തിട്ട് പുള്ളിക്കാരി കൈ അങ്ങോട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ വാശിയിലാവട്ടെ അവള്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. അത് കഴിഞ്ഞിട്ട് അമ്മമ്മ വരുമ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ആദർശയുടെ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു. ചോറ് വേണ്ട പറഞ്ഞിട്ട് വിശപ്പില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മമ്മ കൊടുന്ന കറി മാത്രം എടുത്ത് കഴിച്ചു. അങ്ങനെ ഇതേ അച്ഛനും മോനും കൂടിയിട്ട് ഉറങ്ങാൻ കിടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.